സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് മീൻ ബൈ സോഫ്റ്റ്വെയർ? ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. സോഫ്റ്റ്വെയർ ഇസ് എ set of instructions or collection of instructions, right? Definitions marakkarudhu. What is meant by software? Software is a collection of instructions, okay, that enable the user to interact with the computer. Okay, software എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ സിസ്റ്റത്തിലെ മെയിൻ ആയിട്ടുള്ള ഒരു കോമ്പണന്റ് എന്താണെന്ന് വെച്ചാൽ OS ആണ്. അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ സിസ്റ്റം നോക്ക്, ഒരു ഗ്രീൻ കളറിലൊരു ഒരു റെഡ് കളറിലൊരു സ്ക്രീൻ കാണുന്നുണ്ട്. ഇത് എന്റെ OS ആണ്. ഓക്കെ, ലിനക്സ് OS എന്ന് പറയുന്നതാണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് OSന്റെ കൂടി എന്ത് ചെയ്യാൻ പറ്റൂല, യൂസറിനെ ഇന്ററാക്ട് ചെയ്യാനും പറ്റൂല. ഓക്കെ, സപ്പോസ് എനിക്ക് എന്ത് ചെയ്യണം, ബ്രൗസ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യണം. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യുക, ഗൂഗിൾ ക്രോമിൽ എന്തെങ്കിലും വെബ്സൈറ്റ്സ് ടൈപ്പ് ചെയ്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യുക, ബ്രൗസ് ചെയ്യുക, അല്ലെ? അപ്പോ നമ്മളൊരു യൂസർ എന്ന് പറയുന്നത് എന്താണ്? യൂസർ എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും എന്ത് തന്നെയാണ്, യൂസർ തന്നെയാണ്. ഓക്കെ, സോ യൂസർ മെയിൻ ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് ഇതിന്റെ കൂടെ തന്നെയാണ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ കൂടെ തന്നെയാണ്. മനസ്സിലായ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെ? ക്ലാസ് ശ്രദ്ധിക്കുന്നത് ഏത് യൂസ് ചെയ്തിട്ടാണ് ക്ലാസ് ശ്രദ്ധിക്കുന്നത്? ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് അല്ലെ? എന്താണ്, ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ക്ലാസ് ഒക്കെ ശ്രദ്ധിക്കുന്നത്. യൂസർ മെയിൻ ആയിട്ട് എപ്പോഴും ഇന്ററാക്ട് ചെയ്യുന്നത് എന്തിന്റെ കൂടെ തന്നെയാണ്? സോഫ്റ്റ്വെയറിന്റെ കൂടെ തന്നെയാണ്. ഓക്കെ, സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ എന്ത് ചെയ്യാം, collection of instruction എന്ന് പറയാം. സോഫ്റ്റ്വെയർ ഇസ് എ collection of instruction that enable the user to interact with the computer. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് എന്തെങ്കിലും ഡോക്യുമെന്റ് എന്തെങ്കിലും ടൈപ്പ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഒരു മൈക്രോസോഫ്റ്റ് ഓഫീസ് ആണ് എടുക്കുക, അതിൽ എന്ത് ചെയ്യും, ടൈപ്പ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഞാൻ ഇന്ററാക്ട് ചെയ്യുന്നത് എന്തിന്റെ കൂടെ തന്നെയാണ്? ഒരു സോഫ്റ്റ്വെയറിന്റെ കൂടെ തന്നെയാണ്. ഓക്കെ, ജനറൽ യൂസേഴ്സ് ഫുള്ളി ഇന്ററാക്ട് ചെയ്യുന്നത് എന്തിന്റെ കൂടെ തന്നെയാണ്? സോഫ്റ്റ്വെയർസിന്റെ കൂടെ തന്നെയാണ്. Okay, the software is a collection of instructions that enable the user to interact with a computer. It's hardware or perform task. നമ്മൾ ആ സോഫ്റ്റ്വെയർ എന്തൊക്കെയാണ് വർക്ക് പറയുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഹാർഡ്വെയർ ആ പെർഫോമിനെ, ആ വർക്കിനെ എന്ത് ചെയ്യും, അത് പെർഫോം ചെയ്യും. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ മൈക്രോസോഫ്റ്റ് ഓഫീസ് എടുത്ത് ഒരു ഡോക്യുമെന്റ് ഫുൾ എന്ത് ചെയ്തിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് അത് കളഞ്ഞിട്ട് നിങ്ങൾ പ്രിന്റ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ സോഫ്റ്റ്വെയർ ത്രൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹാർഡ്വെയറിന് വേണ്ടിയിട്ട് ഒരു ടാസ്ക് അസൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഡെഫിനിഷൻ ക്ലിയർ ആയിട്ട് നോക്ക്. സോഫ്റ്റ്വെയർ ഇസ് എ കളക്ഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻ then that enable the user to interact with the computer. ഓക്കെ, മെയിൻ ആയിട്ട് യൂസർ ഒക്കെ ഇന്ററാക്ട് ചെയ്യുന്നത് എന്ത് തന്നെയാണ്, സോഫ്റ്റ്വെയർ ത്രൂ ആണ് നമ്മൾ കമ്പ്യൂട്ടറിനെ ഇന്ററാക്ട് ചെയ്യുന്നത്. enable user to interact with the computer is hardware or perform task. Okay, so without software most computers will be useless. For example, without your internet or browser software you could not surf the internet. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്താണ്, നമുക്കൊരു സോഫ്റ്റ്വെയറും ഇല്ല, സോഫ്റ്റ്വെയർ ഇല്ലാന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, സിസ്റ്റം കണ്ടുപിടിച്ചിട്ടും ഒരു യൂസ് ഉണ്ടാവില്ല, യൂസ്ലെസ് ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് സ്മാർട്ട് ഫോൺ അല്ലേ? സ്മാർട്ട് ഫോൺ എന്ത് OS ആണ്, എന്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്? സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് നിങ്ങളൊക്കെ സ്മാർട്ട് അല്ലെ? മെയിൻ ആയിട്ട് സ്മാർട്ട് ഫോൺ, നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഒക്കെ നിങ്ങൾ ഏത് OS ആണ് അതിലുള്ളത്? എന്ത് സ്മാർട്ട് ഫോൺ ആണ് നിങ്ങൾ യൂസ് ചെയ്യണേ? ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്, എന്ത് സ്മാർട്ട് ഫോൺ? എല്ലാ ആൾക്കാരും ടൈപ്പ് ചെയ്യും. എന്ത് സ്മാർട്ട് ഫോൺ ആണ് എല്ലാ ആൾക്കാരും യൂസ് ചെയ്യണത്? എന്ത് OS സ്മാർട്ട് ഫോണാണ് നിങ്ങൾ എല്ലാ ആൾക്കാരും യൂസ് ചെയ്യണേ? എന്ത് സ്മാർട്ട് ഫോൺ ആണ്? ടൈപ്പ് ചെയ്യും. എല്ലാ ആൾക്കാരും മോസ്റ്റ് ആയിട്ട് എന്താണ്, ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ആണ് യൂസ് ചെയ്യണത് അല്ലെ? ഇപ്പൊ ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ അതിൽ എന്താണ്, iOS ആണ്. ഓക്കെ, ഇതെന്താ ആൾക്കാരൊന്നും റിപ്ലൈ ചെയ്യാത്ത? മനസ്സിലാവണില്ല ക്ലാസ്? ഓക്കെ, അപ്പൊ ക്ലിയർ ആയാ? ക്ലിയർ അല്ലേ? അപ്പൊ നമ്മളുടെ ഫോണിൽ ഇപ്പൊ സപ്പോസ് നിങ്ങൾ എല്ലാവരും ഒരു ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിൽ എന്താണ് സോഫ്റ്റ്വെയറിന് യൂസ് ചെയ്യുന്നത്? നിങ്ങൾ എന്തൊക്കെയാണ്, ക്ലാസ് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, അത് ഗൂഗിൾ മീറ്റ് ആണ്. നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടി ചാറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു സോഫ്റ്റ്വെയർ, ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് എന്ത് ആപ്ലിക്കേഷൻസ് ആണ്? വാട്സപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, ദെൻ ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ എന്താണ്, ഇറ്റ്സ് എ സോഫ്റ്റ്വെയറിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്.
ഓക്കെ. സപ്പോസ് നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റോ ഇല്ലെങ്കിൽ എന്താണ് ഫേസ്ബുക്കോ ഇങ്ങനെയുള്ള ഒരു ആപ്ലിക്കേഷൻസും ഇല്ലാന്ന് വിചാരിച്ചോ നിങ്ങളുടെ ഫോണിൽ. അങ്ങനെയാണെങ്കിൽ ആ ഫോണിനെ കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും യൂസ് ഉണ്ടാവോ? നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ് ഉണ്ടോ ആ ഫോണിനെ കൊണ്ടിട്ട്? നിങ്ങൾ ഫോൺ തന്നു, നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണാണ്. ഓക്കെ. നിങ്ങൾ നോക്ക്, നമ്മുടെ പ്രീവിയസ് മുൻപുള്ള സെൽഫോണൊക്കെ നോക്ക്, നമുക്ക് വെറുതെ ഒരു കോൾ മാത്രമാണ് ചെയ്യാൻ പറ്റുക അല്ലെ. പിന്നെയാണ് നമുക്ക് ഒരു ഒ എസ് വന്നത്, അതിൽ കുറെ സോഫ്റ്റ്വെയർസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മളുടെ യൂസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണത്. നമ്മൾ നമുക്ക് ഗൂഗിൾ മീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഇല്ല, വാട്സപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഇല്ല, കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഇല്ല. ഇങ്ങനെ സോഫ്റ്റ്വെയർ ഇല്ല എന്ന് വെച്ചാൽ നമുക്ക് ആ ഫോണിനെ കൊണ്ടിട്ട് എന്തെങ്കിലും യൂസ് ഉണ്ടോ? സ്മാർട്ട് ഫോണിനെ കൊണ്ടിട്ട് എന്തെങ്കിലും യൂസ് ഉണ്ടോ? ഇല്ല. അപ്പൊ അതുപോലെ തന്നെയാണ് കമ്പ്യൂട്ടറിൽ. ഓക്കെ, കമ്പ്യൂട്ടറിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ബട്ട് നമുക്ക് ആ സോഫ്റ്റ്വെയർസ് ഒന്നും ഇല്ല എന്ന് വെച്ചാൽ എന്താണ്, ആ സിസ്റ്റം എന്താണ്, യൂസ്ലെസ് ആണ്. വിത്തൗട്ട് സോഫ്റ്റ്വെയർസ് വിൽ ബി യൂസ്ലെസ്. ഓക്കെ. ഫോർ എക്സാമ്പിൾ For example, without your internet browser software, you could not surf the internet. Okay. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഫോണിൽ എന്താണ്, നിങ്ങളൊക്കെ ബ്രൗസ് ചെയ്യണം. ബ്രൗസ് ചെയ്യണം എന്ന് പറയുമ്പോൾ നെറ്റിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്താണ്, ബ്രൗസർ ആണ് യൂസ് ചെയ്യുക അല്ലെ. എന്തൊക്കെ ബ്രൗസർ ആണ് നിങ്ങളുടെ ഫോണിലുള്ളത്? ടൈപ്പ് ചെയ്ത് നോക്കട്ടെ. നിങ്ങളുടെ ഫോണിൽ എന്തൊക്കെ ബ്രൗസർ ആണുള്ളത്? ഇന്റർനെറ്റ് ബ്രൗസ് ചെയ്യാനുള്ള ഗൂഗിൾ ക്രോം. സരിക മാത്രമാണോ ക്ലാസ്സിലുള്ളത്? സരിക, അനുശ്രീ, വേറെ ആൾക്കാരൊന്നും ഇല്ല ക്ലാസ്സിൽ? ദെൻ ഗൂഗിൾ ക്രോം, ദെൻ വേറെ UC ബ്രൗസർ, ഒപ്പേറ മിനി, ഇങ്ങനെ പറഞ്ഞിട്ട് എന്തുണ്ട്, കുറേ സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഓക്കെ. ആ സോഫ്റ്റ്വെയർസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ബ്രൗസ് ചെയ്യണത്. സപ്പോസ് ആ സോഫ്റ്റ്വെയർ ഇല്ലാന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഇന്റർനെറ്റിൽ ഒന്നും സെർച്ച് ചെയ്യാൻ പറ്റൂല. ഓക്കെ. ഫോർ എക്സാമ്പിൾ, വിത്തൗട്ട് യുവർ ഇന്റർനെറ്റ് ബ്രൗസർ സോഫ്റ്റ്വെയർ യു കുഡ് നോട്ട് സർഫ് ദ ഇന്റർനെറ്റ്. ദെൻ വിത്തൗട്ട് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ദ ബ്രൗസർ കുഡ് നോട്ട് റൺ ഓൺ യുവർ കമ്പ്യൂട്ടർ. ഓക്കെ. ഈ സോഫ്റ്റ്വെയറിൽ മെയിൻ ആയിട്ട് എന്താണെന്ന് വെച്ചാൽ രണ്ട് ലെവൽ സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഒന്ന് എന്താണെന്ന് വെച്ചാൽ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്, അനദർ ഒന്ന് എന്താണെന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അതിനെ യൂസ് ചെയ്യാൻ പറ്റൂല, ഫീൽ ചെയ്യാൻ പറ്റൂല. ബട്ട് ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഇതിൽ തന്നെയാണ്, ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ തന്നെയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഫോണിലൊക്കെ ഉള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് ആണ്, റൈറ്റ്? സോ ഈ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയറിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ബ്രൗസർ എന്ന് പറഞ്ഞിട്ടുള്ള ആൻഡ്രോയിഡ് വോയിസിലാണ് നിങ്ങൾ എന്ത് പറയുന്നത്, ഈ ഗൂഗിൾ ക്രോം, ഗൂഗിൾ മീറ്റും ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സോ ഒരു അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന വെച്ചാൽ അതിൽ എന്ത് വേണം, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം. വിത്തൗട്ട് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ദ ബ്രൗസർ കുഡ് നോട്ട് റൺ ഓൺ യുവർ കമ്പ്യൂട്ടർ. ഓക്കെ. അപ്പൊ ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എന്റെ ഫോണിൽ എന്റെ സിസ്റ്റത്തിൽ പറഞ്ഞു, ഇതിന് പറയുന്നത് എന്താണ്, ഒരു ഉബുണ്ടു ആണ് അല്ലെ. ഈ ഉബുണ്ടുവിന്റെ മോഡിലാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ കാണുന്ന എന്റെ സിസ്റ്റത്തിൽ കാണുന്ന ഈ സോഫ്റ്റ്വെയർസ് ഒക്കെ ഞാൻ എന്ത് ചെയ്ത് വെച്ചിട്ടുള്ളത്, ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ. ക്ലിയർ ആണോ? സോഫ്റ്റ്വെയറിനുള്ള പറയുന്ന കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്താണ്, സോഫ്റ്റ്വെയർ ഇസ് എ എന്താണ്, കളക്ഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് എനേബിൾ യൂസർ ടു ഇന്ററാക്ട് വിത്ത് എ കമ്പ്യൂട്ടർ. ഓക്കെ. ഒരിക്കലും ഒരു യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കൂടെ ഒന്നും ഇന്ററാക്ട് ചെയ്യൂല. മെയിൻ ആയിട്ട് ഇവർ ഇന്ററാക്ട് ചെയ്യുന്നത് ഇതിന്റെ കൂടെ തന്നെയാണ്, സോഫ്റ്റ്വെയറിന്റെ കൂടെയാണ്. സോഫ്റ്റ്വെയർ ഇസ് എ കളക്ഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് എനേബിൾ ദ യൂസർ ടു ഇന്ററാക്ട് വിത്ത് എ കമ്പ്യൂട്ടർ. ഇറ്റ്സ് എ ഹാർഡ്വെയർ ഓർ പെർഫോം ദ ടാസ്ക്. Without software, most computers will be useless. For example, without your internet browser, software could not surf the internet. Without the operating system, the browser could not run on your system. Okay. Then let's see that there have two types of softwares are there. One is system software, another one is application software. രണ്ട് type of systems softwares ഉണ്ട്. One is system software ആണ്, another one is application software ആണ്. എന്ന് പറയുമ്പോൾ നമ്മൾ മുൻപൊക്കെ എന്താണ്, നമ്മളെ വീട്ടിൽ പ്രിന്റർ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വന്നാൽ പ്രിന്ററിന്റെ കൂടി ഒരു CD തന്നിട്ടുണ്ടാവും. ഈ സോഫ്റ്റ്വെയർ CD എന്ന് പറയും. എന്തോ ഒരു ഹാർഡ്വെയർ ഡിവൈസ് വാങ്ങിച്ചാലും ആ ഹാർഡ്വെയർ ഡിവൈസ് നമ്മളുടെ സിസ്റ്റത്തിൽ വർക്ക് ആവണമെന്ന് വെച്ചാൽ അതിന്റെ കൂടെ അവർ എന്ത് തരും, ഒരു സോഫ്റ്റ്വെയർ CD തരും. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടോ? ഓക്കെ. അപ്പൊ ആ സോഫ്റ്റ്വെയർ CD എന്തിനു വേണ്ടിയിട്ടാണ്, ആ സോഫ്റ്റ്വെയർ CD എന്തിനു വേണ്ടിയിട്ടാണ്, ആ ഹാർഡ്വെയർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പൊ ഫോർ എക്സാമ്പിൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ആണ്.
ഓക്കെ, സിസ്റ്റത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ സിസ്റ്റത്തിൽ വൈറസ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, സെർച്ച് ചെയ്യണം. വൈറസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആന്റിവൈറസ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊക്കെ എന്താണ്, സിസ്റ്റം സോഫ്റ്റ്വെയറിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സിസ്റ്റം പർപ്പസിന് നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ഒക്കെ എന്താണ്, സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അതൊക്കെ ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ ആണ്. ആക്ച്വലി സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ഡെഫിനിഷൻ എഴുതണം, സിസ്റ്റം സോഫ്റ്റ്വെയർ ഈസ് എ ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ ദാറ്റ് ഓപ്പറേറ്റ് ഹാർഡ്വെയർ കോമ്പണൻസ്. ഓക്കെ, ഈ ഹാർഡ്വെയർ കോമ്പണൻസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് കീബോർഡ് വർക്ക് ആവണമെങ്കിലും മൗസ് വർക്ക് ആവണമെങ്കിലും എങ്കിൽ മോണിറ്റേഴ്സ് വർക്ക് ആവണമെങ്കിലും അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഒരു സോഫ്റ്റ്വെയർ വർക്ക് ആവും. അതൊക്കെ എന്താണ്, സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഒരു ഹാർഡ്വെയർ കോമ്പണൻസ് വർക്ക് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രോഗ്രാം, ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്, അതിന്റെ പേര് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ആണ്. ഓക്കെ, ഇപ്പോ നമ്മളുടെ വോയിസ് ആൻഡ്രോയിഡ് വോയിസ് എന്ന് പറയുന്നതൊക്കെ ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു 30-40 ആൾക്കാരുണ്ട്. അപ്പൊ എല്ലാവരുടെ കയ്യിലും സപ്പോസ് ആൻഡ്രോയിഡ് വോയിസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ ആൻഡ്രോയിഡ് വോയിസ് എന്ന് പറയുന്നത് ജനറൽ പർപ്പസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുള്ളതാണ്, ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആണ്. സെയിം ടൈം ഈ ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടാണ്. എന്താണ്, ഗൂഗിൾ മീറ്റ് യൂസ് ചെയ്താൽ നമുക്ക് ഓൺലൈനിലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കുറെ വീഡിയോ കോൾ ചെയ്യാൻ പറ്റും, എന്തെങ്കിലും സ്ക്രീൻ പ്രസന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയുള്ള കുറച്ച് സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആണ് എന്ത് പറയാ, അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് എന്ന് പറയാം. ഓക്കെ, സോ സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, കമ്പൈലർ, ഇന്റർപ്രറ്റർ, അസംബ്ലർ ആണ്. ഓക്കെ, ഇതിനെ കുറിച്ച് ഞാൻ പിന്നെ പറഞ്ഞു തരും. ഓക്കെ, എക്സാമ്പിൾ ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്തൊക്കെയാണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, കമ്പൈലർ, ഇന്റർപ്രറ്റർ, അസംബ്ലർ ആണ്. എക്സാമ്പിൾ ഓഫ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്തൊക്കെയാണ്, റെയിൽവേ റിസർവേഷൻ സോഫ്റ്റ്വെയർ. റെയിൽവേ റിസർവേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ അത് എന്ത് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം ഡെവലപ്പ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് ട്രെയിൻ ടിക്കറ്റ് എന്തെങ്കിലും ബുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, റെയിൽവേ റിസർവേഷൻ സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുക. ദെൻ മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് എന്തെങ്കിലും ഡോക്യുമെന്റ് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ മൈക്രോസോഫ്റ്റ് ഓഫീസ്, മൈക്രോസോഫ്റ്റ് വേർഡ്, മൈക്രോസോഫ്റ്റ് പോയിന്റ് ആണ് യൂസ് ചെയ്യുക. അതൊരു സ്പെസിഫിക് പർപ്പസിനാണ്. സപ്പോസ് നിങ്ങൾ പെയിന്റ് എന്തെങ്കിലും വരയ്ക്കണമെങ്കിൽ ആ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ്, പെയിന്റ്, ഫോട്ടോഷോപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അതല്ലാതെ വേറെ എന്തൊക്കെ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ഉണ്ട്, ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് നോക്കട്ടെ. നിങ്ങൾക്കറിയുന്ന അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നിങ്ങൾ മൈൻഡ് ഇങ്ങനെ വെച്ച് ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആണ്. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, മോസ്റ്റ് ആയിട്ട് ജനറൽ യൂസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഫുൾ എന്ത് തന്നെയാണ്, അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് തന്നെയാണ്. അങ്ങനെ നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് എന്തൊക്കെയാണ്, ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് നോക്കട്ടെ. എല്ലാ ആൾക്കാരും ടൈപ്പ് ചെയ്യണം. ഇപ്പോൾ ഉള്ള ഡെഫിനേഷൻ അനുസരിച്ച് നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ ആണ്. അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആണ്. അങ്ങനെ എന്തൊക്കെ സോഫ്റ്റ്വെയർസ് ആണുള്ളത്, അങ്ങനെ എന്ത് സോഫ്റ്റ്വെയർസ് ഒക്കെ ഉള്ളത്, ചാറ്റ് ബോക്സിൽ ഫാസ്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യ്. ഫാസ്റ്റ്. ഓക്കെ, എക്സൽ, VLC മീഡിയ പ്ലെയർ, ഗുഡ്. വേറെ ദിയ, സരിക, ആർദ്ര അയച്ചിട്ടുണ്ട്. വേറെ വാട്സപ്പ് ഒരു സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ദെൻ എന്തിനു വേണ്ടിയിട്ടാണ്, രണ്ടാൾക്കാർക്ക് മെസ്സേജ് ചെയ്യാനോ വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. വേറെ വീഡിയോ എഡിറ്റേഴ്സ്, യുക്യാം, ഗുഡ്. വേറെ ഫാസ്റ്റ് ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ബ്രൗസർ ഒക്കെ, പേടിഎം. ഓക്കെ, വേറെ എല്ലാ ആൾക്കാരും ടൈപ്പ് ചെയ്യും നിങ്ങൾക്കറിയുന്ന സോഫ്റ്റ്വെയർസ്, സ്നാപ്ചാറ്റ്, ഇൻസ്റ്റാട്ട്, ഗുഡ്. വേറെ സ്കൈപ്പ്, ഗുഡ്. ഓക്കെ, ഇൻസ്റ്റാഗ്രാം, ഓക്കെ, സോഫ്റ്റ്വെയർ ലെവലിൽ ചിന്തിക്കുക. ഓക്കെ, ട്വിറ്റർ, അതൊക്കെ ഓക്കെയാണ്, അതൊക്കെ ഒരു സോഷ്യൽ മീഡിയസ് ആണ്. ഓക്കെ, അതല്ലാതെ സോഫ്റ്റ്വെയറിന്റെ രീതിയിൽ പറ. ഇമെയിൽ ഒക്കെ സോഫ്റ്റ്വെയറിന്റെ കാറ്റഗറിയിൽ വരൂല, നമുക്ക് സോഫ്റ്റ്വെയർ ആയിട്ട് പറയാം. ഇപ്പൊ ഇവർ VLC ഒക്കെ പറഞ്ഞില്ല, അത് ഒരു അപ്ലിക്കേഷൻ ബേസ്ഡില് ആ രീതിയിൽ പറയണം. അഡോബ് ഫോട്ടോഷോപ്പ് പറയാം, കാൽക്കുലേറ്റർ സോഫ്റ്റ്വെയർസ് പറയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ സിസ്റ്റം നോക്ക്, എന്റെ സിസ്റ്റത്തിൽ എന്താണ്, ഇവിടെ കുറെ സോഫ്റ്റ്വെയർസ് ഉണ്ട്. AnyDesk, ബ്ലെൻഡർ, കാൽക്കുലേറ്റർ, കലണ്ടർ, ചീസ്, ദെൻ ഫയർഫോക്സ്, ഗൂഗിൾ ക്രോം, ഹാൻഡ് ബ്രേക്ക്, അതെന്താണ്, KDN ലൈവ്, കളർ പെയിന്റ്, ഓക്കെ, ലൈബർ ഓഫീസ്, മൈൻസ്, ഇങ്ങനെ പറഞ്ഞിട്ട് കുറെ സോഫ്റ്റ്വെയർസ് കാണുന്നുണ്ടല്ലോ. ഇതൊക്കെ എന്താണ്, സോഫ്റ്റ്വെയർസ് ആണ്.
മനസ്സിലായോ? അപ്പൊ സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ വ്യത്യാസം മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായോ? ഗൂഗിൾ ഷീറ്റ്സ് ഓക്കെ, ഡിഫറൻസ് മനസ്സിലായ? ജനറൽ പർപ്പസിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ എന്ത് പറയാ? ജനറൽ പർപ്പസിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറിന്റെ പേര് എന്താണ്? ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്. ജനറൽ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറിന്റെ പേര് എന്താണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഡെഫിനിഷൻ ക്ലിയർ ആയ? Okay, examples എഴുതണം. Okay, then let's see the definition. System software, it is a general purpose software which is used to operate a computer hardware. Simple definition ആണ്. System software എന്ന് പറയുന്നത് എന്താണ്? System software ഹാർഡ്വെയർ ആണ്. അപ്പോൾ ഹാർഡ്വെയർ നമ്മുടെ സിസ്റ്റത്തിൽ വർക്ക് ആവണമെങ്കിൽ നമുക്ക് അതിനായിട്ട് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ആ സോഫ്റ്റ്വെയറിനാണ് നമ്മൾ എന്ത് പറയുക? സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുക. ദെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നിങ്ങളുടെ ആൻഡ്രോയിഡ് OS, ഞാൻ യൂസ് ചെയ്യണ ഉബുണ്ടു, ദെൻ വിൻഡോസ്, ഓക്കെ, ദെൻ മാക് OS, ഇതൊക്കെ എന്താണ്? general purpose system software ആണ്. Okay, it is a general purpose software which is used to operate computer hardware. Okay, it provides platform to run application software. ഈ system softwareലാണ് നമ്മൾ എന്ത് ചെയ്യുക? application software run ചെയ്യണത്. Okay, it provides platform to run application software. എക്സാമ്പിൾ പറയുന്നത് കമ്പൈലർ, അസംബ്ലർ, ഇന്റർപ്രറ്റർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എക്സെട്ര. ഇതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. ഈ ക്ലാസ്സിൽ തന്നെ കമ്പൈലർ എന്ന് പറയുന്നത് എന്താണ്, അസംബ്ലർ എന്ന് പറയുന്നത് എന്താണ്, ഇന്റർപ്രറ്റർ പറയുന്നത് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരും. സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഡെഫിനിഷൻ ക്ലിയർ ആണോ? വാട്ട് ഈസ് മീൻ ബൈ സിസ്റ്റം സോഫ്റ്റ്വെയർ? സിസ്റ്റം സോഫ്റ്റ്വെയർ ഈസ് എ general purpose software which is used to operate the computer hardware. Clear ആണോ ഡെഫിനിഷൻ? യെസ് ആണോ നോ ആണോ? എല്ലാ ആൾക്കാരും ഒന്ന് ടൈപ്പ് ചെയ്ത് യെസ് ആണോ നോ ആണോ? ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ നേരെ തിരിച്ചിട്ടാണ്. എന്താണ്? ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആണ്. സോ അപ്പൊ അതിന്റെ ഡെഫിനിഷൻ എന്തായിരിക്കും? It is a specific purpose software which is used for performing specific tasks. സപ്പോസ് എന്താണ്, അനുശ്രീ എന്ന് പറയുന്ന ആള് എന്താണ്, ഒരു വീഡിയോ എഡിറ്റർ ആണ്. അപ്പൊ അവൾക്ക് ചെയ്യേണ്ടത് എന്താണ്? കുറച്ച് വീഡിയോ എഡിറ്റിംഗ് മാത്രമാണ്. അപ്പൊ ആ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്? ഒരു വീഡിയോ എഡിറ്റർ സോഫ്റ്റ്വെയർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, അഡോബ് പ്രീമിയർ പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സ്പെസിഫിക് പർപ്പസ് മാത്രമാണ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഒരു ഡിസൈൻ ചെയ്യുന്ന ആൾ എന്ത് ചെയ്യും? അഡോബ് ഡ്രീംവീവർ അങ്ങനെ പറഞ്ഞിട്ട് അത് സ്പെസിഫിക് പർപ്പസ് ആയിട്ട് നമ്മൾ കുറെ സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ സ്പെസിഫിക് ടാസ്ക് മാത്രമാണ് ആ സോഫ്റ്റ്വെയർസ് ചെയ്യുക. Okay, so it is a specific purpose software which is used for performing specific tasks. Clear ആണോ? Application software definition, it is a specific purpose software which is used for performing specific tasks. Okay, they are installed according to the user requirements. User ക്ക് എന്തൊക്കെയാണോ requirements അതിനനുസരിച്ച് users എന്ത് ചെയ്യും? ആ സോഫ്റ്റ്വെയർസിനെ ഇൻസ്റ്റാൾ ചെയ്യും. Okay, in a general user interacts with the application software. നമ്മളൊക്കെ എന്താണ്? ജനറൽ യൂസേഴ്സ് ആണ്. സംടൈം ഇൻ ഫ്യൂച്ചർ നിങ്ങൾ ഡെവലപ്പേഴ്സ് ആയിട്ട് ചേഞ്ച് ചെയ്താൽ നിങ്ങൾ വേറെ സിസ്റ്റം സോഫ്റ്റ്വെയർ ഒക്കെ യൂസ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടാവും. അതർവൈസ് നമ്മളൊക്കെ ജനറൽ യൂസേഴ്സ് ആണ്. ജനറൽ യൂസേഴ്സ് മോസ്റ്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് ഇതിന്റെ കൂടെ തന്നെയാണ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിന്റെ കൂടെ തന്നെയാണ്. Okay, so it is a specific purpose software which is used for performing specific tasks. They are installed according to the user requirements. In general, user interacts with the application software. Example, Notepad, MS Word, Chrome, Paint, പിന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടുള്ള VLC, then media player, അങ്ങനെ പറഞ്ഞിട്ടുള്ള എല്ലാ എക്സാമ്പിൾസും അതിൽ വരും. ഓക്കെ, ക്ലിയർ ആണോ? What are the two types സോഫ്റ്റ്വെയർ? എന്തൊക്കെ ടു ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർസ് എന്തൊക്കെയാണ്? ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് ഫാസ്റ്റ് ആയിട്ട്. ടു ടൈപ്സ് സോഫ്റ്റ്വെയർസ് എന്തൊക്കെയാണ്? സിസ്റ്റം സോഫ്റ്റ്വെയർ, അനദർ വൺ ഈസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, റൈറ്റ്? സോ വാട്ട് ഈസ് മീൻ ബൈ സിസ്റ്റം സോഫ്റ്റ്വെയർ? എല്ലാ ആൾക്കാരും ടൈപ്പ് ചെയ്യാൻ ആൻസർ. വാട്ട് ഈസ് മീൻ ബൈ സിസ്റ്റം സോഫ്റ്റ്വെയർ ചോദിക്കുന്നതാണ് എക്സാമിന് കേട്ടാ. വാട്ട് ഈസ് മീൻ ബൈ സിസ്റ്റം സോഫ്റ്റ്വെയർ? സിമ്പിൾ ഡെഫിനിഷൻ ആണ് ഞാൻ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, സിസ്റ്റം സോഫ്റ്റ്വെയർ ഈസ് എ ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ വിച്ച് ഈസ് യൂസ് ടു, എന്തിനാണ് യൂസ് ആവുക? വിച്ച് ഈസ് യൂസ് ടു എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണത്? ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ വിച്ച് ഈസ് യൂസ് ടു ഓപ്പറേറ്റ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. ഗുഡ്, ഇറ്റ് ഈസ് യൂസ് ടു ഓപ്പറേറ്റ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. എക്സാമ്പിൾ എന്തൊക്കെയാണ്? എക്സാമ്പിൾ ടൈപ്പ് ചെയ്. എക്സാമ്പിൾ എന്തൊക്കെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾസ്? കമ്പൈലർ, assembler, then operating system. Okay, the second one is what?
application software, right? So application software എന്ന് പറയുമ്പോൾ എന്താണ്? It is designed for, it is a specific, it is a first, it is a specific purpose software performing specific task. Okay, is it clear? For example, എന്തൊക്കെയാണ് നോട്ട്പാഡ്, VLC, വാട്സപ്പ്, ഇതൊക്കെ എന്താണ് application software ആണ്. Second one is programming languages. So programming languages എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ ടൈമിൽ ആലോചിച്ച് നോക്ക്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല, നമ്മുടെ നാട്ടിൽ എന്താണ് കുറേ ലാംഗ്വേജസ് ഉണ്ട് അല്ലെ. ലാംഗ്വേജസ് ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഹ്യൂമൻ ബീയിന് മനസ്സിലാവാൻ, അവരുടെ കയ്യിലുള്ള ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്? ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറയുന്നത്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഈസ് എ വൊക്കാബുലറി ആൻഡ് സെറ്റ് ഓഫ് ഗ്രമറ്റിക്കൽ റൂൾസ് ഫോർ ഇൻസ്ട്രക്ടിങ് എ കമ്പ്യൂട്ടർ. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊക്കെ എന്താണ് മലയാളീസ് ആണ്. സോ മലയാളീസ് എന്ത് ചെയ്യും? അവരുടെ ലാംഗ്വേജസ് യൂസ് ചെയ്ത് ഇന്നൊരു ഹ്യൂമൻ ബീയിങ്ങിലുള്ള ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യും. ബട്ട് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഒരു മെഷീൻ ആണ്. അപ്പൊ കമ്പ്യൂട്ടറിന് എന്ത് മാത്രമേ മനസ്സിലാവുള്ളൂ? മെഷീൻ ലാംഗ്വേജ് മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു ലാംഗ്വേജ് ഫോം ചെയ്ത് അതാണ് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. സോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഈസ് എ വൊക്കാബുലറി ആൻഡ് സെറ്റ് ഓഫ് ഗ്രാമറ്റിക്കൽ റൂൾസ് ഫോർ ഇൻസ്ട്രക്ടിങ് എ കമ്പ്യൂട്ടർ. ഓക്കെ, ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ എന്തുണ്ട്? വൊക്കാബുലറീസ് ആൻഡ് സെറ്റ് ഓഫ് സം ഗ്രാമറ്റിക്കൽ റൂൾസ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യണത്? ടു ഇൻസ്ട്രക്ടിങ് ദ കമ്പ്യൂട്ടർ. ഓക്കെ, ആർ കമ്പ്യൂട്ടിംഗ് ഡിവൈസ് ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. ഓക്കെ, ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഇത് പഠിച്ചതാണ്. എത്ര ടൈപ്പ് ലാംഗ്വേജസ് ഉണ്ട്? 3 ലാംഗ്വേജസ് ഉണ്ട്. ലോ ലെവൽ ലാംഗ്വേജ്, ഹൈ ലെവൽ ലാംഗ്വേജ്. സോ ലോ ലെവൽ ലാംഗ്വേജ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: മെഷീൻ ലാംഗ്വേജ് ആൻഡ് അസംബ്ലി ലാംഗ്വേജ്. ക്ലിയർ അല്ലേ? ഇത് ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ, സോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇസ് എ വൊക്കാബുലറി ആൻഡ് സെറ്റ് ഓഫ് ഡെഫിനിഷൻസ് ഓർത്ത് വെക്കണം. വാട്ട് ഈസ് മീൻ ബൈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് ചോദിച്ചാൽ എന്തെഴുതണം? പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് is a vocabulary and set of grammatical rules for instructing a computer or computing device to perform specific tasks. Then there have 3 types of languages are there. 2 types of languages are there. One is low level language, another one is high level language. Low level language is classified into 2. One is machine language, another one is assembly language. Okay, so first one is low level language. അത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്? ലോ ലെവൽ ലാംഗ്വേജസ് ആർ ഡിഫിക്കൽട്ട് ടു ലേൺ ആൻഡ് അണ്ടർസ്റ്റാൻഡ്. ദേ എക്സിക്യൂട്ട് വിത്ത് ഹൈ സ്പീഡ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊക്കെ എന്താണ്, നിങ്ങൾക്കൊക്കെ മലയാളം നല്ല രീതിയിൽ അറിയാം അല്ലെ. അപ്പൊ ഒരാൾ മലയാളത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതിന് പ്രോപ്പറായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ തന്നെ റിപ്ലൈ ചെയ്യും. സപ്പോസ് നിങ്ങൾ നോർത്ത് ഇന്ത്യ എന്തെങ്കിലും പോയെന്ന് വിചാരിക്കുക. ഓക്കെ, നോർത്ത് ഇന്ത്യ എന്തെങ്കിലും പോയാൽ എന്ത് ചെയ്യും? അവിടെ ഉള്ള ആൾക്കാർ ഹിന്ദിയാണ് സംസാരിക്കുക അല്ലെ. അപ്പൊ ഹിന്ദിയിൽ നിങ്ങളടുത്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾ ആ സ്പീഡിൽ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് അറിയുന്ന ലാംഗ്വേജ് നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾ അപ്പൊ തന്നെ റിപ്ലൈ ചെയ്യും. അതർവൈസ് നിങ്ങൾക്ക് അറിയാത്ത ഒരു ലാംഗ്വേജ് നിങ്ങൾ പറഞ്ഞാൽ, ഒരാൾ നിങ്ങളടുത്ത് പറഞ്ഞാൽ എന്ത് വേണ്ടി വരും? നമുക്കൊരു ട്രാൻസ്ലേറ്റർ വേണ്ടി വരും അല്ലെ. ആ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആൾ എന്ത് ചെയ്യും? നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒരു സാധനം പറഞ്ഞു തരും. നമ്മൾ അതിനനുസരിച്ചായിരിക്കും റിപ്ലൈ കൊടുക്കുക. റിപ്ലൈ കൊടുക്കുമ്പോഴും എന്ത് ചെയ്യും? ആ ട്രാൻസ്ലേറ്റർ എന്ത് ചെയ്യും? അവർക്ക് എന്താണ് ലാംഗ്വേജ് വേണ്ടത് അതിനനുസരിച്ച് അങ്ങോട്ട് റിപ്ലൈ കൊടുക്കും. ഓക്കെ, അതുപോലെ തന്നെയാണ് നമുക്ക് ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ മെഷീനിക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജ് ആണ്. സോ അത് സ്പീഡായിട്ട് പ്രോസസ്സർ എന്ത് ചെയ്യും? ഹൈ സ്പീഡിൽ എക്സിക്യൂട്ട് ചെയ്യും. അതാണ് അതിന്റെ പ്രോപ്പർ മീനിങ്. ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമുക്കാണ് ഡിഫിക്കൽട്ട്, ബട്ട് മെഷീനൊക്കെ അത് എന്താവും? വേഗം മനസ്സിലാവും. സോ അത് എന്ത് ചെയ്യും? സ്പീഡായിട്ട് എക്സിക്യൂട്ട് ചെയ്യും. Okay, the low level language are difficult to learn and understand. They execute with high speed. They are very close to the hardware and help to write the programs at the hardware level. Okay, hardware the programs ഒക്കെ എഴുതുന്നത് നമ്മൾ ഏത് യൂസ് ചെയ്തിട്ടാണ്? ലോ ലെവൽ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ്. Okay, they are very close to the hardware and help to write the program at the hardware level. So for writing programs, hardware knowledge is must. Low level language എന്ന് പറയുന്നത് അങ്ങനെ എളുപ്പം എഴുതാൻ പറ്റൂല. ഹാർഡ്വെയർ നോളജ് നല്ല രീതിയിൽ ഇരുന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ലോ ലെവൽ ലാംഗ്വേജസ് എഴുതാൻ പറ്റുള്ളൂ. സോ മോഡിഫൈങ് പ്രോഗ്രാം ഈസ് ആൾസോ ഡിഫിക്കൽട്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അതിൽ പഠിച്ചിട്ടുള്ള 2 ടൈപ്സ്. വൺ ഈസ് മെഷീൻ ലാംഗ്വേജ്, അനദർ വൺ ഈസ് എന്താണ്? അസംബ്ലി ലാംഗ്വേജ്. സോ മെഷീൻ ലാംഗ്വേജിൽ ആർ ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം. മെഷീൻ ലെവൽ ലാംഗ്വേജിൽ എന്താണ്? മെഷീൻ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? 2 കാര്യങ്ങളാണ് ഉണ്ടാവുക. ഇറ്റ് കണ്ടെയ്ൻസ് ബൈനറീസ്, വൺസ് ആൻഡ് സീറോസ് കോമ്പിനേഷനിലാണ് മെഷീൻ ലാംഗ്വേജ് ഉണ്ടാവുക. ഓക്കെ, സോ
സോ അത് എന്താണ് CPU-ന് ആ ലാംഗ്വേജ് മനസ്സിലാവും. സോ അതെന്ത് ചെയ്യും, സ്പീഡായിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അത് തന്നെയാണ് സെക്കൻഡ് പോയിന്റ് ഉള്ളത്. മെഷീൻ കോഡ് ഈസ് കമ്പ്യൂട്ടർ പ്രോഗ്രാം റിട്ടൺ ഇൻ എ മെഷീൻ ലാംഗ്വേജ്. ഇൻസ്ട്രക്ഷൻ that can be executed directly by a computer CPU. മെഷീനൊക്കെ അറിയുന്ന ലാംഗ്വേജസിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻസ്ട്രക്ഷൻസ് എഴുതിയിട്ടുള്ളത്. സോ CPU എന്ത് ചെയ്യും, സ്പീഡായിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, മെഷീൻ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് അതിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? ഇറ്റ് കണ്ടെയ്ൻസ് ബൈനറി വൺസ് ആൻഡ് സീറോസ്. മെഷീൻ കോഡ് ഇസ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം റിട്ടൺ ഇൻ എ മെഷീൻ ലാംഗ്വേജ്. സോ ഇൻസ്ട്രക്ഷൻ ക്യാൻ ബി എക്സിക്യൂട്ടഡ് ഡയറക്ട്ലി ബൈ എ കമ്പ്യൂട്ടർ. അതിനാണ് നിങ്ങൾ ഈ ഫസ്റ്റ് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ഓർത്ത് വയ്ക്കുക. നിങ്ങളിപ്പോ കേരളത്തിലാണ് സംസാരിക്കുന്നുണ്ട്. കേരളത്തിൽ സംസാരിക്കുന്ന പറയുമ്പോൾ നിങ്ങൾ മലയാളമാണ് സംസാരിക്കുക. സോ നിങ്ങളുടെ ഇടയ്ക്ക് എന്ത് ചെയ്യണമെന്നില്ല, ഒരു ട്രാൻസ്ലേറ്ററിന്റെ ആവശ്യമില്ല. നിങ്ങൾ ഒരാൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലാംഗ്വേജിൽ തന്നെ തിരിച്ചു പറയാം. ഓക്കെ, അപ്പൊ മെഷീൻ എന്ന് പറയുന്നത് ഹാർഡ്വെയർ ഒക്കെ എന്താണ്, ഒരു മെഷീനാണ്. സോ നമ്മൾ അവരുടെ ലാംഗ്വേജിൽ തന്നെ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് എഴുതുന്നുണ്ട്. സോ അതെന്ത് ചെയ്യും, ഡയറക്റ്റ് ആയിട്ട് തന്നെ അപ്പോൾ CPU എന്ത് ചെയ്യും, ആ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അസംബ്ലി ലാംഗ്വേജ് ആണ്. അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു, എന്താണ്, ഷോർട്ട് ഹാൻഡ് ഫോം ഓഫ് ഇംഗ്ലീഷ് ആണ്. സോ അസംബ്ലി ലാംഗ്വേജ് യൂസസ്, അതിന് ഇന്നൊരു പേരുണ്ട്, മിനിമോണിക് കോഡ്സ് എന്നാണ് പറയുക, മിനിമോണിക് കോഡ്സ്. സോ അസംബ്ലി ലാംഗ്വേജ് യൂസസ് മിനിമോണിക് കോഡ്സ് ടു റെഫർ ദ മെഷീൻ കോഡ് ഇൻസ്ട്രക്ഷൻ. സോ അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാവുക? അസംബ്ലി ലാംഗ്വേജ് യൂസസ് മിനിമോണിക് കോഡ്സ് ടു റെഫർ ദ മെഷീൻ കോഡ് instruction. Then final one is high level language. So high level languages are very easy to learn and understand. They are executed. High level language എന്ന് പറയുമ്പോൾ എന്താണ്, നോർമൽ ഹ്യൂമൻക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജ് ആണ്. ഓക്കെ, ഇംഗ്ലീഷ് ആയിരിക്കും, അങ്ങനെയുള്ള ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടുള്ളതിന് പ്രോഗ്രാംസ് ആണ്. So high level languages are easy to learn and understand. They are executed slower than low level language. So ഇതിന്റെ മീനിങ് ആണ് ഞാൻ എന്ത് പറഞ്ഞ, ഇപ്പൊ മെഷീനും ലാംഗ്വേജ് മാത്രമാണ് മനസ്സിലാവുക, പക്ഷെ നിങ്ങൾ പ്രോഗ്രാം എഴുതിയിട്ടുള്ളത് എന്താണ്, നിങ്ങളുടെ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ്. സോ അപ്പൊ എന്താണ്, മെഷീനൊക്കെ നിങ്ങൾ എഴുതിയിട്ടുള്ള ലാംഗ്വേജ് മനസ്സിലാവില്ല. അപ്പൊ മെഷീൻ എന്ത് യൂസ് ചെയ്യും, ഒരു ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്യും. അപ്പൊ നമ്മൾ എഴുതുന്ന ലാംഗ്വേജ് എങ്ങോട്ട് പോകും, ട്രാൻസ്ലേറ്റർ പോകും. ട്രാൻസ്ലേറ്റർ എന്ത് ചെയ്യും, ആ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്ത് മെഷീന് കൂടും. ഓക്കെ, സോ അപ്പൊ എന്ത് ചെയ്യും, കുറെ സമയം എടുക്കും. Okay, they are executed slower than low level language because they require a translator or programs. Okay, for writing programs hardware knowledge is not required. Okay, high level language ലുള്ള പ്രോഗ്രാംസ് ആർക്ക് വേണമെങ്കിലും എഴുതാൻ പറ്റും. സോ എന്താണ്, അതിൽ നമുക്ക് ഹാർഡ്വെയർ നോളജ് ഒന്നും വേണ്ടി വരില്ല. ഓക്കെ, for writing programs hardware knowledge is not required. The programs are easy to modify. For example, C++, Java, etc. അതല്ലാതെ വേറെ എന്തൊക്കെ പ്രോഗ്രാംസ് ഉണ്ട് ഹൈ ലെവൽ ലാംഗ്വേജസ്? C++, Java അല്ലാതെ വേറെ എന്തൊക്കെയുള്ള ഹൈ ലെവൽ ലാംഗ്വേജസ്? സ്പീഡായിട്ട് ടൈപ്പ് ചെയ്യും. പൈത്തൺ, HTML, ഗുഡ്, PHP, ഇതൊക്കെ എന്താണ്, ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ്. ഓക്കെ, സോ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ എന്താണ്, ഹൈ ലെവൽ ലാംഗ്വേജസ് ആർ ഈസി ടു ലേൺ ആൻഡ് അണ്ടർസ്റ്റാൻഡ്. ദേ ആർ എക്സിക്യൂട്ടഡ് സ്ലോവർ ദാൻ ലോ ലെവൽ ലാംഗ്വേജ് ബിക്കോസ് ദേ റിക്വയർ ട്രാൻസ്ലേറ്റേഴ്സ്. For writing programs, hardware knowledge is not required. The programs are easy to modify. എക്സാമ്പിൾ C++, Java, നിങ്ങൾ എഴുതിയിട്ടുള്ള HTML, പൈത്തൺ, ഇതൊക്കെ എന്താണ്, ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ്. സോ ഇവിടെ ഒരു വേർഡ് നോക്ക്, ട്രാൻസ്ലേറ്റർ. അപ്പൊ ഹൈ ലെവൽ ലാംഗ്വേജ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം, ട്രാൻസ്ലേറ്റർ വേണം. ഓക്കെ, സോ അപ്പൊ അതിനെ കുറിച്ച് നോക്കാം. സോ ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ലാംഗ്വേജിനെ ഇന്നൊരു ലാംഗ്വേജ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്നതാണ് എന്ത്, ട്രാൻസ്ലേറ്ററിന്റെ പണി. സ്പെഷ്യൽ ട്രാൻസ്ലേറ്റർ സിസ്റ്റം സോഫ്റ്റ്വെയർ, ഇതെന്ന് പറയുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്, നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റൂല. സിസ്റ്റത്തിന് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന softwares ആണ്. Okay, so special translator system software used to translate the program written in a high level language into machine level language. അപ്പൊ ട്രാൻസ്ലേറ്ററിന്റെ പണി എന്താണ്, വൺ ഫോം ഓഫ് ലാംഗ്വേജിനെ ഇന്നൊരു ഫോം ആയിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് ആരാണ്, ഈ ട്രാൻസ്ലേറ്റേഴ്സ് ആണ്. ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻറ്റു മെഷീൻ ലെവൽ ലാംഗ്വേജ് ഈസ് കോൾഡ് ലാംഗ്വേജ് പ്രോസസർ. A special translator is system software is used to translate the program written in a high level language into machine level language is called language processor. ഒരു 3 ടൈപ്പ് ഓഫ് ലാംഗ്വേജ് പ്രോസസർ ഉണ്ട്. എന്തൊക്കെയാണ്, കമ്പൈലർ, അസംബ്ലർ, ഇന്റർപ്രിറ്റർ. ഞാൻ കമ്പൈലറിന്റെ ഡെഫിനിഷൻ പറയും, നിങ്ങൾ എനിക്ക് എന്ത് ചെയ്ത് തരണം, അസംബ്ലറിന്റെ ഡെഫിനിഷൻ പറഞ്ഞു തരണം. ഓക്കെ ആണോ? കമ്പൈലറിന്റെ ഡെഫിനിഷൻ മാത്രമേ എനിക്ക് ഓർമ്മ ഉള്ളൂ, അസംബ്ലറിന്റെ ഡെഫിനിഷൻ എനിക്ക് മറന്നുപോയി. ഓക്കെ, അപ്പൊ ഞാൻ കമ്പൈലറിന്റെ ഡെഫിനിഷൻ ഇവിടെ പറയും, നിങ്ങൾ എന്ത് ചെയ്തു തരണം, അസംബ്ലറിന്റെ ഡെഫിനിഷൻ എനിക്ക് പറഞ്ഞു തരണം. ഓക്കെ, സോ കമ്പൈലർ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ് ടു കൺവേർട്ടിംഗ് ഹൈ ലെവൽ ലാംഗ്വേജ് ടു മെഷീൻ ലെവൽ ലാംഗ്വേജിനാണ് കമ്പൈലർ യൂസ് ചെയ്യുന്നത്. മനസ്സിലായ? കമ്പൈലർ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? കമ്പൈലർ ഇറ്റ് ഈസ് യൂസ് ടു കൺവേർട്ടിംഗ് ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻ ടു മെഷീൻ ലെവൽ ലാംഗ്വേജ്, അല്ലെങ്കിൽ ഹൈ ലെവൽ ലാംഗ്വേജ് ടു മെഷീൻ ലാംഗ്വേജ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന
ട്രാൻസ്ലേറ്റർ ആണ് എന്ത് കമ്പൈലർ. അപ്പൊ അസംബ്ലർ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അസംബ്ലർ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലെവൽ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഞാൻ കമ്പൈലർ യൂസ് ചെയ്തു. അപ്പൊ അസംബ്ലർ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ടൈപ്പ് ചെയ്. assembler it is used to first 3 type of languages ഉണ്ടല്ലോ. അസംബ്ലി ലെവൽ ലാംഗ്വേജ് എന്തിനു വേണ്ടിയിട്ടാ യൂസ് ആയിരിക്കുക? ടൈപ്പ് ചെയ്. അസംബ്ലി ലാംഗ്വേജ് ഇൻടു മെഷീൻ ലാംഗ്വേജ്. ഗുഡ്. സോ കമ്പൈലർ എന്തിനു വേണ്ടിയിട്ടാണ്? കമ്പൈലർ ഇറ്റ് ഈസ് യൂസ് ടു കൺവേർട്ടിംഗ് ഹൈ ലെവൽ ലാംഗ്വേജ് ടു മെഷീൻ ലെവൽ ലാംഗ്വേജ്. സോ നമുക്കപ്പോ അസംബ്ലർ ലാംഗ്വേജ് എന്തിനു വേണ്ടിയിട്ടാണ്? സോറി അനുശ്രീ, അങ്ങനെയല്ല. അസംബ്ലർ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ച ലാംഗ്വേജസ് ഉണ്ടല്ലോ, ഹൈ ലെവൽ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ്. സോ അസംബ്ലർക്കും അസംബ്ലി ലാംഗ്വേജ് ആണ്. ഓക്കെ. അപ്പൊ അസംബ്ലർ എന്തിനാണ് കൺവേർട്ട് ചെയ്യുക? അസംബ്ലി ലെവൽ ലാംഗ്വേജ് എന്ത് ചെയ്യും? മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നത് ആരാണ്? അസംബ്ലർ ആണ്. ക്ലിയർ ആണോ? ഡെഫിനിഷൻ ക്ലിയർ ആണോ? Let's see the definition. Compiler. The compiler used to translate high-level language to machine language. മനസ്സിലായോ? കമ്പൈലർ എന്ന് പറയുന്നതിന്റെ എവിടെ പോയാലും ഈ ക്വസ്റ്റ്യൻ ചോദിക്കും. വാട്ട് ഈസ് മീൻ ബൈ കമ്പൈലർ എന്ന് ചോദിക്കും. നിങ്ങളപ്പോ എഴുതണം. കമ്പൈലർ എന്ന് പറയുന്നത് എന്താണത്? കമ്പൈലർ യൂസ് ടു ട്രാൻസ്ലേറ്റ് ഹൈ ലെവൽ ലാംഗ്വേജ് ടു മെഷീൻ ലാംഗ്വേജ്. ഓക്കെ. സോ അപ്പൊ എന്താണ്? നമ്മുടെ കയ്യിൽ സോഴ്സ് കോഡ് ഉണ്ടാവും. സോഴ്സ് കോഡ് എന്ന് പറയുന്നത് നിങ്ങൾ നോർമലായിട്ട് എഴുതുന്ന പ്രോഗ്രാം കോഡാണ്. പ്രോഗ്രാം കോഡിനെ നമ്മൾ എന്ത് ചെയ്യും? കമ്പൈലറിന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ കമ്പൈലർ അതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യും? മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ. സോ നെക്സ്റ്റ് ഉള്ളത് എന്താണ്? അസംബ്ലി ലാംഗ്വേജ് ആണ്. സോ അസംബ്ലർ ആണ്. അസംബ്ലർ എന്തിനു വേണ്ടിയിട്ടാണ്? അസംബ്ലർ ഈസ് യൂസ് ടു ട്രാൻസ്ലേറ്റ് അസംബ്ലി ലാംഗ്വേജ് ടു മെഷീൻ ലാംഗ്വേജ്. നമ്മൾ അസംബ്ലി ലാംഗ്വേജിൽ എന്തെങ്കിലും പ്രോഗ്രാംസ് എഴുതി കഴിഞ്ഞ് അത് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുമ്പോൾ അസംബ്ലർ എന്ത് ചെയ്യും? ഈ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ. അപ്പൊ നമ്മൾ സോഴ്സ് കോഡ് ഏത് ലാംഗ്വേജിലാണ് എഴുതിയത്? അസംബ്ലി ലാംഗ്വേജിലാണ് എഴുതിയത്. അതിനെ കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നത് ആരാണ്? അസംബ്ലർ ആണ്. അതെങ്ങനെ ചേഞ്ച് ആയി പോവും? മെഷീൻ ലാംഗ്വേജ് ആയിട്ട് ചേഞ്ച് ആയി പോകും. ഓക്കെ. ദെൻ ഫൈനൽ ഒന്നെന്ന് പറയുന്നത് എന്താണ്? ഇന്റർപ്രറ്റർ ആണ്. ഇന്റർപ്രറ്ററിന്റെ പണിയും എന്താണ്? മെഷീൻ ലാംഗ്വേജിനെ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് ആയിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് തന്നെയാണ് ഇന്റർപ്രറ്റർ. ബട്ട് ഈ കമ്പൈലർക്കും ഇന്റർപ്രറ്റർക്കും ഒരു വ്യത്യാസമുണ്ട്. കമ്പൈലർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 100 ലൈൻസ് ഓഫ് പ്രോഗ്രാംസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ 100 ലൈൻസിനെ ഒറ്റയടിക്ക് എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു സെക്കൻഡ്. ഓക്കെ. നിങ്ങൾ എന്ത് ചെയ്ത് ഇവിടെ ഒരു പ്രോഗ്രാം എഴുതി. ഞാൻ ഇങ്ങനെ കുറേ പ്രോഗ്രാംസ് എഴുതി. ഓക്കെ. ഇത് ഞാൻ വെറുതെ എക്സാമ്പിൾ ടൈപ്പ് ചെയ്യാണ്. അപ്പൊ കമ്പൈലർ എന്ന് പറയുമ്പോൾ എല്ലാ ലൈൻസിനും എന്ത് ചെയ്യും? അറ്റ് ടൈമിൽ എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കും. മനസ്സിലായോ? ഹോൾ ഇൻഫർമേഷൻസും ഇതൊക്കെ ഹൈ ലെവൽ ലാംഗ്വേജ് അല്ലേ? ഹോൾ ഇൻഫർമേഷൻസിനെ എടുക്കും. അപ്പൊ തന്നെ അത് എന്ത് ചെയ്യും? ഹൈ ലെവൽ ലാംഗ്വേജ് മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കും. ബട്ട് ഇന്റർപ്രിറ്റർ എന്ത് ചെയ്യണം അറിയോ? ഫസ്റ്റ് ലൈനെ മാത്രം സെലക്ട് ചെയ്യും. ഓക്കെ. അതിനെ എന്ത് ചെയ്ത് കൊടുക്കും? ലോ ലെവൽ മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ. സെക്കൻഡ് ഇത് കംപ്ലീറ്റ് ആയ ശേഷം എന്ത് ചെയ്ത് കൊടുക്കും? സെക്കൻഡ് ലൈൻ എടുക്കും. സെക്കൻഡ് ലൈൻ എടുത്തിട്ട് എന്ത് ചെയ്യും? എഗൈൻ അതിനെ മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ. അങ്ങനെ ലൈൻ ബൈ ലൈൻ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ആര്? ഇന്റർപ്രിറ്റർ. മനസ്സിലായോ? കമ്പൈലർ എന്താ ചെയ്യുക? ഹോൾ പ്രോഗ്രാംസിനെ എന്ത് ചെയ്യും? ഒറ്റ മിനിറ്റിൽ തന്നെ അത് എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ. സിംഗിൾ എക്സിക്യൂഷൻ ആണ്. ഓക്കെ. ഇന്റർപ്രിറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു 100 ലൈൻസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലൈൻ നോക്കും, അത് എക്സിക്യൂട്ട് ചെയ്യും. അത് ഓക്കെ ആയാൽ മാത്രമാണ് അത് എഗൈൻ എന്ത് ചെയ്യും? സെക്കൻഡ് ലൈനിലേക്ക് വരും. സെക്കൻഡ് ലൈൻ അത് എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കും. ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷൻ യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഇന്റർപ്രിറ്റർ. ഇന്റർപ്രിറ്ററിന്റെ വർക്കും എന്ത് തന്നെയാണ്? ഹൈ ലെവൽ ലാംഗ്വേജ് ടു മെഷീൻ ലെവൽ ലാംഗ്വേജ് ആണ്. മനസ്സിലായ? ഇന്റർപ്രിറ്റർ എങ്ങനെയാണ് വർക്ക് ആവുക? ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷൻ ആണ്. അതാണ് അതിന്റെ വ്യത്യാസം. ദ ട്രാൻസ്ലേഷൻ ഓഫ് എ സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് സോഴ്സ് പ്രോഗ്രാം ഇൻടു എ മെഷീൻ കോഡ് ഈസ് ഡൺ ബൈ ലാംഗ്വേജ് പ്രോസസർ ആൻഡ് എക്സിക്യൂട്ട് ഇറ്റ് ഇമീഡിയറ്റ്ലി ബിഫോർ മൂവിംഗ് ഓൺ ദ നെക്സ്റ്റ് ലൈൻ. ഫസ്റ്റ് ലൈന് കംപ്ലീറ്റ് ആക്കും. കംപ്ലീറ്റ് ആക്കി മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്ത ശേഷം മാത്രമാണ് അത് എന്ത് ചെയ്യുക? സെക്കൻഡ് ലൈനിലേക്ക് പോവുക. ക്ലിയർ ആണോ? അപ്പൊ 3 ടൈപ്പ് ഓഫ് ട്രാൻസ്ലേറ്റേഴ്സ് എന്തൊക്കെയാണ്? ടൈപ്പ് ചെയ്ത് നോക്കട്ടെ. 3 types of translators എന്തൊക്കെയാണ്? 3 types of translators. Compiler, assembler, then final one, interpreter. Then Abhijit, what is meant by compiler? Mic on ചെയ്ത് പറഞ്ഞു. What is meant by compiler?
Abhijit K. What is meant by compiler? Abhijit KP. What is meant by compiler? High level language to machine language. Okay, it is converted Donata. It is translate high level language to machine language or low level language. Okay. Then Advait. What is mean by assembler? Advaidar. Machine level language to high level language converting. Sorry? കുറച്ച് louder ആയിട്ട് പറയോ? Machine level language na high level like converting. മെഷീൻ ലാംഗ്വേജ് ഹൈ ലെവൽ ലാംഗ്വേജ് ആയിട്ടാ? അല്ല. അഫ്ര ഫാത്തിമ പറ. അദ്വൈത് മൈക്ക് ഓഫ് ചെയ്. Assembly language, machine language. എങ്ങനെ? Assembly language, machine language. Okay, it is used to, okay, good. Assembler എന്തിനു വേണ്ടിയിട്ടാണ്? It is translate assembly language to machine language. ക്ലിയർ ആണോ? ഇന്റർപ്രറ്റർ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണേ? അബിൻ വി കെ. അബിൻ. സാർ അറിയില്ല. ഇന്റർപ്രറ്റർ എന്തിനു വേണ്ടിയിട്ടാ? അറിയില്ല. ഇല്ല. ഓക്കെ. ആദിത്യ വിനോദ്, ഇന്റർപ്രറ്റർ എന്തിനു വേണ്ടിയിട്ടാ? ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നു. What is the difference between good? Okay, what is the difference between compiler and interpreter? Interpreter എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുക? ലൈൻ ബൈ ലൈൻ ആണ് എക്സിക്യൂട്ട് ചെയ്യുക. കമ്പൈലർ എന്ത് ചെയ്യും? ഹോൾ പ്രോഗ്രാംസ് ഒറ്റയടിക്ക് തന്നെ എന്ത് ചെയ്ത് കൊടുക്കും? സിംഗിൾ എക്സിക്യൂഷൻ ആണ്. ഓക്കെ, അബിൻ വിക്കേക്ക് ഇപ്പൊ മനസ്സിലായ? യെസ് സാർ. ഓക്കെ, ക്ലിയർ അല്ലേ ഇന്നത്തേക്ക് എടുത്ത ടോപ്പിക്സ് ഒക്കെ? ഓക്കെ.